ജാസ്മിൻ ശരിക്കും കരഞ്ഞത് തന്നെയായിരുന്നു. അതായത് കഴിഞ്ഞ ആഴ്ച ഗബ്രി പുറത്ത് പോയി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ജാസ്മിൻ വളരെ ഇമോഷണൽ ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ശരിക്കും ഗബ്രി പോയത് ജാസ്മിന് വിഷമമായിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചയിലും ആ ഒരു വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ജാസ്മിൻ അത് അഭിനയിച്ചതായിട്ട് നമുക്ക് തോന്നാം. കാരണം ഗബ്രിയെ പോലെയുള്ള ഒരു കണ്ടന്റ് മേക്കർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായാൽ സീക്രട്ട് റൂമിലാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ഗബ്രി അത് ചോദ്യം ചെയ്യുമെന്ന് അറിഞ്ഞതുകൊണ്ട് പെരുമാറിയതാണെന്ന് നമുക്ക് തോന്നാം. അതുകൊണ്ട് ഒരാഴ്ച വളരെ വെടിപ്പായിട്ട് ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ അവിടെ നിന്ന് കരഞ്ഞു. ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ സമയം മുതൽ ഗബ്രിക്ക് വേണ്ടി ഒരു കണ്ണീര് പോലുമില്ല. ഗബ്രിയെ സപ്പോർട്ട് ചെയ്യാതെ ജാസ്മിൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഗബ്രിക്ക് വേണ്ടി കാണിച്ചതെല്ലാം അഭിനയമായിട്ട് നമുക്ക് തോന്നാം. അതല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞ് വിഷമം കാണിക്കുകയാണെങ്കിൽ ജാസ്മിൻ അന്ന് കാണിച്ചിട്ടുള്ളത് ഒറിജിനൽ ആയിട്ട് നമുക്ക് വിലയിരുത്താം. ഇത് നമ്മുടെ ഒപ്പീനിയൻ മാത്രമാണ്. ഏതായാലും ഈ ആഴ്ച ഗബ്രി തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ജാസ്മിൻ അവിടെ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.